എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസൊണൻസും ഫോഴ്സ് വൈബ്രേഷനും ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. വീഡിയോ എല്ലാവരും ആദ്യം മുതലേ കണ്ടുപോവുക കേട്ടോ. ഓരോരോ പാർട്ടുകളായിട്ട് കണ്ടുപോവുക. ഇതിലുള്ള നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കാണുന്ന കൂട്ടത്തിൽ തന്നെ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് തരംഗചലനം അല്ലെങ്കിൽ വേവ് മോഷൻ. ശബ്ദ തരംഗങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വേവ്സ് അല്ലെങ്കിൽ വേവ് മോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഒരു ചിത്രം, ആദ്യത്തെ ചിത്രം നോക്കുക. എന്താണ്, ഒരു ഗ്ലാസ് ട്യൂബ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് ട്യൂബിന്റെ ഒരു എൻഡ് ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്, മറ്റേ എൻഡ് ഓപ്പൺ ആണ്. പക്ഷെ അവിടെ ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഈ പേപ്പർ ബോൾസുകൾ, കുറച്ച് കനം കുറഞ്ഞ പേപ്പർ ബോൾസ് അല്ലെങ്കിൽ തെർമോക്കോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അതിലേക്ക് ഇടുക. പേപ്പർ ബോൾ കനം കുറവായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് പേപ്പർ ബോൾസ് ഇതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഈ സ്പീക്കർ വെച്ചിട്ട് സൗണ്ട് അതിലേക്ക് കൊടുക്കുകയാണ് ഇതിന്. അപ്പൊ എന്ത് സംഭവിക്കും? സൗണ്ട് വേവ്സ് ആണ് അല്ലെ, ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇവിടെ ശബ്ദങ്ങൾ ഇവിടെ തരംഗങ്ങളായിട്ട് പോകുന്നുണ്ട്, അതിവിടെ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പേപ്പർ ബോൾസ് എന്താണ്, ഈ പേപ്പർ ബോൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അതിന്റെ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്. തുലനസ്ഥാനാണ് ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് അതിന്റെ തുലനസ്ഥാനത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനം ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുറകോട്ടും മുന്നോട്ടും കമ്പനം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് അത് സൗണ്ട് കൊടുത്തത്. പക്ഷെ സൗണ്ട് കൊടുക്കുമ്പോൾ ഈ ബോൾസുകളൊന്നും ഇപ്പുറത്തെ എൻഡിലേക്ക് പോകുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തെ എൻഡിലേക്ക് പോകുന്നില്ല. അതെന്ത് സംഭവിക്കുന്നുണ്ട്? അത് അതിന്റെ ഉള്ളിൽ കിടന്ന് മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് കമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയായിട്ടാണ് നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കുറെ ഏരിയയിൽ കൂടുതൽ അല്ലെ, ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കുറച്ചേ ഉള്ളൂ, അതായത് ഇവിടെ കൂടുതൽ, പിന്നെ ഇവിടെ കുറച്ച്, ഇവിടെ കൂടുതൽ, ഇവിടെ കുറച്ച് അല്ലെ, ഇവിടെ കൂടുതൽ. അങ്ങനെ ഒന്നിടവിട്ട അല്ലെങ്കിൽ ഒന്നിടവിട്ട രീതിയിൽ ക്രമമായിട്ട് അകന്നും അടുത്തും അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഇത്, നമ്മുടെ സ്ലിങ്കി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായി, നിങ്ങൾ കളിക്കുന്നതൊക്കെയാണ്. ഒരു എന്താണ്, വള പോലെ ഇരിക്കുന്ന സ്പ്രിങ് പോലെ ഇരിക്കുന്ന സംഭവമാണ് സ്ലിങ്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ലിങ്കി ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് രണ്ട് സൈഡിൽ ഇത് കൊണ്ടില്ലേ പിടിച്ച്, രണ്ടുപേര് തമ്മിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ വലിച്ചു വെച്ച് വിടുവാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നതാ? അവിടെ ഉണ്ടാകുന്ന വേവ്സ് ഇങ്ങനെയാണ്. മനസ്സിലല്ലോ? അവിടെ വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വിക്ഷോഭങ്ങൾ, ഡിസ്റ്റർബൻസസ് എന്ന് പറയാം കേട്ടോ. വിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ഡിസ്റ്റർബൻസ് എങ്ങനെയാണ്? നമ്മൾ ഇവിടുന്നാണത് വിട്ടത്. അപ്പൊ ഇവിടുമ്പോ എങ്ങനെയാണ്? ഇവിടുത്തെ ഊർജം എങ്ങനെയാണ്? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്ലിംഗിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിങ്ങനെ ആ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചില ഭാഗങ്ങൾ എങ്ങനെയാണ് കൂടിയ രീതിയിൽ എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവാൻ സാധിക്കും. ചില ഭാഗങ്ങളിൽ കൂടിയിരിക്കും, ചില ഭാഗങ്ങളിൽ അകന്നിരിക്കുന്നതായിട്ട് മനസ്സിലാകുന്നത്, അടുത്തും അകന്നും ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്, ഇവിടെ വലയങ്ങൾ എങ്ങനെയാണ്? ഇവിടെ അകന്നിരിക്കുന്നുണ്ട്, ഇവിടെ അടുത്തിരിക്കുന്നത്. അങ്ങനെ ഒന്നിടവിട്ട് ക്രമമായ രീതിയിൽ ഒന്നിടവിട്ട് എങ്ങനെയാണ് അടുത്തും അകന്നും അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ് സംഭവിച്ചത്? എനർജി അവിടെ ട്രാൻസ്ഫർ ചെയ്യുവാണ്. എനർജി അല്ലെങ്കിൽ ഊർജം അവിടെ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെ അവിടുന്ന് മറ്റേലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം, എന്താ ഇതിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു എനർജി കൊടുക്കുക. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ? സൗണ്ട് അവിടെ കൊടുക്കുവാണ്, സൗണ്ട് എനർജി നമ്മൾ കൊടുക്കുവാണ്. അതെങ്ങനെയാണ്? മറ്റു ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക നമുക്ക് പറയാം. അപ്പം മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. വേവ്സ് ആയിട്ടാണ് ചലിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഓസിലേഷൻസ്, ദോലനങ്ങളിലൂടെ കേട്ടോ. ദോലനങ്ങളിലൂടെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് തുടർച്ചയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രസരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം, മനസ്സിലാക്കട്ടെ, ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ഇല്ലേ, വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഓസിലേഷൻസ് ഇല്ലേ, ഓസിലേഷൻസ് അല്ലെങ്കിൽ ദോലനങ്ങളിലൂടെ തുടർച്ചയായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് മോഷൻ അല്ലെങ്കിൽ തരംഗ ചലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ കാര്യങ്ങൾ കേട്ടോ. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദി മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദി മീഡിയം ടു അതർ പാർട്സ്. മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം എങ്ങനെയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തരംഗചലനം. ഒരു ഭാഗത്ത്
ഊർജ്ജം ലഭിക്കുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കണം, അതിനുവേണ്ടിയുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തരംഗചലനം എന്ന് പറയുന്നത്. തരംഗങ്ങളായിട്ട് അല്ലെങ്കിൽ വേവ്സ് ആയിട്ട് അത് ചലിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്സ് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് വേവ് മോഷൻ. ക്ലിയർ ആയല്ലോ? ഒരു ഭാഗത്ത് മനസ്സിലാക്കോട്ടെ, ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് ഓസിലേഷൻസിലൂടെ അല്ലെങ്കിൽ ദോലനങ്ങളിലൂടെ തുടർച്ചയായിട്ട് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയാം. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓസിലേഷനിലൂടെ ദോലനങ്ങളിലൂടെ. അതിനെ നമുക്ക് എന്ത് പറയാം? തരംഗചലനം എന്ന് പറയാം. നമുക്ക് ഡെയിലി ലൈഫ് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഒരു വസ്തുവിലെ ഇപ്പോൾ റബ്ബർ ബാൻഡ് എടുത്ത് അതിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്താൽ അത് വേവ്സ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അത് സൗണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൗണ്ട്, സ്രോതസ്സിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ട് എങ്ങനെയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് ഓസിലേഷൻസിലൂടെ അല്ലെങ്കിൽ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഓസിലേഷൻസിലൂടെ എങ്ങനെയാണ് തുടർച്ചയായിട്ട് പ്രസരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ വേവ് മോഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ വേവ്സ് എന്ന് പറഞ്ഞാൽ വേവ്സിന് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. റേഡിയോ ഒരു വേവ് ആണ്. അതുപോലെ സീസ്മിക് വേവ്സ്, സീസ്മിക് തരംഗം. ലൈറ്റ് ഇല്ലേ, ലൈറ്റ് ഒരു വേവ് ആണ്. സൗണ്ട് ഒരു വേവ് ആണ്. അതുപോലെ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ, ഇതൊക്കെ എന്താണ്? വേവ്സിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് കേട്ടില്ലേ? അതൊക്കെ എന്ത് തന്നെയാണ്? വേവ്സ് തന്നെയാണ്. എക്സ്റേ, ഗാമാറ എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇതൊക്കെ എന്ത് തന്നെയാണ്? എന്തിന് എക്സാമ്പിൾ ആണ്? ഈ വേവ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ? അത് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ, ഏതൊക്കെയാണ് വേവ്സിന് എക്സാമ്പിൾസ് ഉള്ളത്. ഇനി ഈ വേവ്സിനെ തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് ഓഫ് വേവ്സ് എന്ന് പറയാം. മെക്കാനിക്കൽ വേവ്സ് എന്നും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നും രണ്ടായിട്ട് നമുക്ക് വേവ്സിനെ അല്ലെങ്കിൽ തരംഗങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ വേവ്സിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ. മനസ്സിലായല്ലോ? അപ്പൊ ഈ എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ വേവ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു മീഡിയം ആവശ്യമുണ്ട്. നമുക്കറിയാം, നമ്മൾ സൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചാണ്. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ടോ? നമ്മൾ പഠിച്ചതാണ് അല്ലെ? അതേസമയം ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു മീഡിയം ആവശ്യം, ട്രാവൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സഞ്ചരിക്കാൻ വേണ്ടി ഒരു മീഡിയം ആവശ്യമുള്ള വേവ്സിനെ നമുക്ക് എന്ത് പറയാം? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. മെക്കാനിക്കൽ വേവ്സ് എന്താണ്? മീഡിയം ആവശ്യമാണ്. സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, ഏതെങ്കിലും ഒരു മീഡിയം ആവശ്യമാണ്. എക്സാമ്പിൾ സൗണ്ട് വേവ്സ്, വാട്ടർ വേവ്സ് ഒക്കെ. ക്ലിയർ ആയല്ലോ? ഈ മെക്കാനിക്കൽ വേവ്സ് തന്നെ രണ്ട് തരമുണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും കേട്ടോ. അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും എന്ന് പറയും. നമുക്കിനി അടുത്ത സെക്ഷനിൽ പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള വേവ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് മീഡിയം ആവശ്യമില്ല. ഡു നോട്ട് നീഡ് എ മീഡിയം. മനസ്സിലാവുന്നില്ല? അതായത് വാക്വത്തിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ ലൈറ്റ്, എക്സ്റേസ്, റേഡിയോ വേവ്സ് കേട്ടോ. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ വേവ്സ് എന്താ നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? അതായത് എനർജിയാണ്. എനർജി ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തിലേക്ക് ഓസിലേഷൻസ് അല്ലെങ്കിൽ ദോലനങ്ങളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, പ്രസരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ്സ് എന്ന് പറഞ്ഞു. ഈ വേവ്സ് തന്നെ രണ്ടു തരമുണ്ട്, മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾക്ക് എങ്ങനെയാണ്? മീഡിയം ആവശ്യമാണ് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എങ്ങനെയാണ്? മീഡിയം ആവശ്യമില്ല. ക്ലിയർ ആയല്ല? മീഡിയം ആവശ്യമില്ലാത്ത വേവ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എക്സാമ്പിൾ ലൈറ്റ് റേസ്, റേഡിയോ വേവ്സ് അല്ലെ, ഗാമ റേസ്, എക്സ്റേസ് കേട്ടോ. ഗാമ റേസ്, അതുപോലെ തന്നെ എക്സ്റേസ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അല്ലെങ്കിൽ UV റേ ഒക്കെ ഉണ്ട്, അൾട്രാവയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, നമ്മുടെ റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് റേ ആണ്. അതിനൊക്കെ എന്താണ്? മീഡിയം ആവശ്യമില്ല. ക്ലിയർ ആയല്ല? രണ്ടു തരത്തിലുള്ള വേവുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. എഴുതിയിട്ടുണ്ട്. വൈദ്യുതകാന്തിക തരംഗങ്ങളും ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഉണ്ട്. വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമം ആവശ്യമില്ല കേട്ടോ, ഓർത്തണം. വൈദ്യുതകാന്തിക തരംഗങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മാധ്യമം ആവശ്യമില്ല. എക്സാമ്പിൾസ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, വിസിബിൾ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ, ഇവയൊക്കെ എന്താണ്?
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ് മാധ്യമം ആവശ്യമായ തരംഗങ്ങള്. യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, സൗണ്ട് വേവ്സ് ഉണ്ട്, അതുപോലെ വാട്ടർ വേവ്സ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. ഈ യാന്ത്രിക തരംഗങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ട്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്സും. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ളതും മാധ്യമം ആവശ്യമില്ലാത്ത വേവ്സുകൾ ഏതൊക്കെയാന്ന് കേട്ടോ. വേവ്സ് ദാറ്റ് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, അതായത് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ളത്. സൗണ്ട് വേവിന് മാധ്യമം ആവശ്യമാണ്, വാട്ടർ വേവ്സിന് മാധ്യമം ആവശ്യമാണ്, സീസ്മിക് വേവ്സ് കേട്ടോ, സീസ്മിക് വേവ്സിനൊക്കെ എന്താണ്? മാധ്യമം ആവശ്യമാണ്. ഇനി മാധ്യമം ആവശ്യമില്ലാത്ത വേവ്സ്, ലൈറ്റ് വേവ്സിന് ആവശ്യമില്ല, റേഡിയോ വേവ്സ്, എക്സ്റേസ് കേട്ടോ, പിന്നെന്താണ് മൈക്രോ വേവ്സ്, യു വി റേസ്, നമ്മൾ പറഞ്ഞു യു വി റേസ് ഉണ്ട്, അൾട്രാവയലറ്റ് റേസ് കേട്ടോ, IR റേസ്. IR റേസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫ്രാറെഡ് റേസ് കേട്ടോ, ഇൻഫ്രാറേസ്. ഇതിനൊക്കെ എന്താണ്? എന്താവശ്യമില്ല? മാധ്യമം ആവശ്യമില്ല. ഗാമാറേ കേട്ടോ, ഗാമാറേ ഒക്കെ ഉണ്ട്, ഗാമാറേ. ഇതിനൊക്കെ എന്താണ്? മാധ്യമം ആവശ്യമില്ല. മനസ്സിലായല്ലോ വേവ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം വേവ്സിന് മാധ്യമം ആവശ്യമായിട്ടുണ്ട്. മാധ്യമം ആവശ്യമായിട്ടുള്ള വേവ്സിനെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? മെക്കാനിക്കൽ കേട്ടോ, ഓർത്തിരിക്കട്ടെ, മെക്കാനിക്കൽ. മെക്കാനിക്കൽ എങ്ങനെ എന്താണ്? യാന്ത്രിക തരംഗങ്ങൾ. മെക്കാനിക്കൽ അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ, യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. ഇനി മാധ്യമം ആവശ്യമില്ലാത്തതിന് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയും കേട്ടോ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയും കേട്ടോ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ കേട്ടോ, വൈദ്യുത കാന്തിക തരംഗം. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ചാണ് കേട്ടോ. മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ നമുക്ക് ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ എന്താണെന്നുള്ളത്. നോക്കാം മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ എന്താണ്? യാന്ത്രിക തരംഗങ്ങൾ അല്ലെ. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. നമ്മൾ പറഞ്ഞു ഇല്ലേ, പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളെ നമ്മൾ എന്ത് പറയാം? യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ്? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. മെക്കാനിക്കൽ വേവ്സ് രണ്ട് തരമുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. ലോഞ്ചിറ്റ്യൂഡിനൽ കേട്ടോ, ലോഞ്ചിറ്റ്യൂഡിനൽ അതിന് മലയാളത്തിൽ പറയുന്നത് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയും കേട്ടോ, അനുദൈർഘ്യ തരംഗങ്ങൾ എന്നാണ് എന്തിനു പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇനി ട്രാൻസ്വേഴ്സ് വേവ്സ് പറയുന്നത്, ട്രാൻസ്വേഴ്സ് വേവ്സ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയും കേട്ടോ, അനുപ്രസ്ഥ തരംഗങ്ങൾ. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പൊ മെക്കാനിക്കൽ വേവ്സ് രണ്ട് തരമുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അനുദൈർഘ്യ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്സ് അനുപ്രസ്ഥ തരംഗം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നോക്കാം. അപ്പോൾ വേവ്സ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് ആദ്യമേ നോക്കാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ. ഈ ഒരു ചിത്രം നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ചിത്രമാണ്, സ്ലിങ്കിയുടെ ചിത്രമാണ് അല്ലെ. ഇവിടെ നോക്കി, സ്ലിങ്കിലത്തെ വലയങ്ങൾ നോക്കിയേ. ഈ വലയങ്ങൾ എങ്ങനെയാണ്? ഈ നമുക്കറിയാം വേവ്സ് ഇതിനെ സ്ലിങ്ങിനെ വലിച്ചു വിട്ടുകഴിയുമ്പോൾ വേവ്സ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, വേവ്സ് അല്ലെങ്കിൽ തരംഗങ്ങൾ അവിടെ ചലിക്കുന്നുണ്ട്. ഈ തരംഗങ്ങൾ ചലിക്കുന്ന അതേ ദിശയിൽ തന്നെയല്ലേ, അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ട് തന്നെയല്ലേ ഈ സ്ലിങ്കിയിലെ വലയങ്ങളും വരുന്നത്? മനസ്സിലാവുന്നു? മേളിലോട്ടൊന്നും താഴോട്ടൊന്നും പോകുന്നില്ല. ഈ സ്ലിങ്കിയുടെ വലയങ്ങൾ എങ്ങനെയാണ്? ഇതിന് സമാന്തരമാണ്. വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിന് വേവ്സ് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ വേവ്സ് പോകുന്ന അതേ ദിശയ്ക്ക് തന്നെ സമാന്തരമായിട്ടാണല്ലോ സ്ലിങ്കിയുടെ വലയങ്ങളും അവിടെ നീങ്ങുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നോക്കി, നമുക്കറിയാം ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ എന്താണ് മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യുക. ട്യൂണിംഗ് ഫോർക്കിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലനസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതായത് ഈ എ എന്ന ഭാഗത്തേക്ക് പോവുക. എ എന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ സാധിക്കും ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ വായുമർദ്ദം എങ്ങനെയാണ്. ഇവിടെ എയർ ആണല്ലോ, ഇവിടുത്തെ മീഡിയം എയർ ആണ്. ഇവിടുത്തെ വായുമർദ്ദം എങ്ങനെയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി ഈ ഇതാണ് തുലനസ്ഥാനം. ഈ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങോട്ട് പോകുമ്പോഴോ എയുടെ ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വായുമർദ്ദം ഇവിടെ കൂടുതലായിട്ട്, ബിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും
ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വായു ഇവിടെ എയർ ആണല്ലോ, അപ്പൊ വായുവിന്റെ മർദ്ദം എങ്ങനെയാണ് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ ട്യൂണിംഗ് ഫോർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കമ്പനം ചെയ്യൂല, അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യില്ല. അപ്പൊ എന്താണ്, തുടർച്ചയായിട്ട് കമ്പനം ചെയ്യുമ്പോൾ എയർ, ഇവിടുത്തെ മീഡിയം ഏതാണ്, എയർ ആണ് ഇല്ലേ? ആ എയറിൽ എങ്ങനെയാണ് മർദ്ദം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള മേഖലകൾ അവിടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ രീതിയിൽ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എങ്ങനെയാണ് അടുത്തിരിക്കുന്നു, ഇവിടെ ഈ ഒരു ഏരിയയിൽ സ്ലിങ്കിയുടെ വലയങ്ങൾ ഇവിടെ അടുത്തിരിക്കുന്നു, ഇവിടെ അകന്നിരിക്കുന്നു. മനസ്സിലായോ? അതേ രീതിയിൽ തന്നെ ഇവിടെ എയർ ആണ് മീഡിയം, എയറിന്റെ ഈ ഒരു വശത്തേക്ക് പോകുമ്പോൾ ഇവിടെ വായുവിന്റെ മർദ്ദം കൂടും, നല്ലോണം മർദ്ദം കൂടും. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ മർദ്ദം കുറയും, ഈ സൈഡിലേക്ക് പോകുമ്പോൾ വായുവിന്റെ മർദ്ദം കുറയുമല്ലോ. അങ്ങനെ ക്രമമായ ഇടവേളകൾ നമ്മൾ ഈ വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കമ്പനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്രമമായിട്ട് ഇങ്ങനെ എന്താണ് മർദ്ദം കൂടിയ ഏരിയയും മർദ്ദം കുറഞ്ഞ ഏരിയയും അവിടെ ഇടപെട്ട് രൂപപ്പെടുന്നു. മനസ്സിലല്ല? അപ്പൊ ഈ സ്ലിങ്കിയുടെ കേസിലും ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ കേസിലും ഉണ്ടായ തരംഗങ്ങൾ എങ്ങനെയാണ്, ഒരേ രീതിയിലല്ലേ? ഇതാ ഇവിടെ എങ്ങനെയാണ് മർദ്ദം, ഇവിടെ നോക്കിയേ, ഇത് എയറിന്റെ കേസിൽ പിന്നെ മർദ്ദം കൂടി, ഇവിടെ എങ്ങനെ അടുത്തിരിക്കുന്നു, അടുത്താണ് ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോ എങ്ങനെയാണ് അകന്നിരിക്കുന്നു. ഇതാ ഇവിടെ നോക്കി, ഇവിടെ വായുമർദ്ദം ഇവിടെ കുറവാണ്. മനസ്സിലായല്ലോ? പിന്നെ വായുമർദ്ദം ഇവിടെ കൂടുതൽ, ഇവിടെ എങ്ങനെയാണ് കൂടുതലാണ്, ഇവിടെ വായുമർദ്ദം കുറവാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സോഴ്സ് ഇല്ല, ഒരു സോഴ്സിൽ നിന്ന് എന്താണ് സൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു എനർജി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനർജി അവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് തുടർച്ചയായിട്ടും അതുപോലെ ക്രമമായിട്ടും എങ്ങനെയാണ് പ്രഷർ വേരിയേഷൻസ് അല്ലെങ്കിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ഒരു സ്രോതസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ, ക്ലിയർ ആവുന്നുണ്ട് പറഞ്ഞു, ഒരു സ്രോതസ് അല്ലെങ്കിൽ സോഴ്സിൽ നിന്നും എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് തുടർച്ചയായിട്ടും ക്രമമായിട്ടും ഇല്ലേ, അവിടെ പ്രഷർ വേരിയേഷൻസ് അല്ലെങ്കിൽ മർദ്ദ വ്യതിയാനം എന്ന് പറയാം കേട്ടോ. പ്രഷർ വേരിയേഷൻസ് അല്ലെങ്കിൽ എന്താണ് മർദ്ദ വ്യതിയാനം എന്ന് പറയാം കേട്ടോ. മർദ്ദ വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? മർദ്ദ വ്യതിയാനങ്ങൾ കേട്ടോ, മർദ്ദ വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ഈ വായുവിന്റെ കേസിൽ നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ മർദ്ദം കൂടിയ ഏരിയ ഇതാണ്, മർദ്ദം കുറഞ്ഞ ഏരിയ ഇതാണ്. ഇവിടെ നോക്കിയേ, ഈ വലയത്തിന്റെ കേസിലാണ് ഇവിടെ കൂടുതലായിട്ടുണ്ട്, ഇവിടെ കുറഞ്ഞതായിട്ടുണ്ട്, കൂടുതലല്ലോ. അപ്പം ഇങ്ങനെയുള്ള രണ്ട് മേഖലകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്, ഏരിയാസ് നമ്മൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഈ എയറിന്റെ കേസിൽ നമ്മൾ പറയുവാണെങ്കിൽ, ഈ എയറിന്റെ കേസ് ഇവിടെ എങ്ങനെയാണ് വായുവിന്റെ തന്മാത്രകൾ ഇവിടെ എങ്ങനെയാണ് തമ്മിലുള്ള അകലം എങ്ങനെയാണ് കുറഞ്ഞാണ് ഇരിക്കുന്നത് ഇല്ലേ? വായുവിന് അടുത്തല്ലേ ഇരിക്കുന്നത്, വായു തന്മാത്ര എല്ലാം കൂടെ അടുത്തിരിക്കുകയാണ് ഈ ഏരിയയിൽ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് വായു തന്മാത്ര ഇവിടെ അകന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ വലയങ്ങൾ ഇവിടെ അടുത്തിരിക്കുകയാണ്, വലയങ്ങൾ ഇവിടെ അകന്നിരിക്കുകയാണ്. അപ്പം ഈ വായു തന്മാത്രകൾ അല്ലെങ്കിൽ വലയങ്ങൾ ഇവിടെ അടുത്ത് ആണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ മർദ്ദം എങ്ങനെയാണ് കൂടുതലായിരിക്കും അല്ലെ? ഇവിടെ എങ്ങനെയാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എങ്ങനെയാണ് കൂടുതലായിരിക്കും, ഈ ഒരു പോയിന്റിൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം അവിടെ കൂടുതലായിരിക്കും. അങ്ങനെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടുതലായിട്ടിരിക്കുന്ന ആ ഒരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. കംപ്രഷൻസ് അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയും കേട്ടോ. ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയും. അതായത് പ്രഷർ കൂടിയിരിക്കുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ വായു തന്മാത്ര അവിടെ അടുത്താണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വലയങ്ങൾ ഇവിടെ അടുത്താണ് ഇരിക്കുന്നത് അല്ലെ? വായു തന്മാത്ര തമ്മിലുള്ള അകലം അവിടെ എങ്ങനെയാണ് കുറവാണ്, അപ്പൊ അവിടെ എങ്ങനെയാണ് മർദ്ദം കൂടുതലായിരിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കംപ്രഷൻസ് അല്ലെങ്കിൽ എന്താണ് ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. ഉച്ചമർദ്ദ മേഖല മനസ്സിലായല്ലോ? അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഏരിയ നോക്കിയാൽ, ഈ ഒരു ഏരിയ എവിടെ എങ്ങനെയാണ് പ്രഷർ കുറവാണ് അല്ലെ? പ്രഷർ കുറവാണെന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, വായു തന്മാത്രകൾ എങ്ങനെയാണ് അവിടെ അകന്നാണ് ഇരിക്കുന്നത് അല്ലെ? വായു തന്മാത്രകൾ അകന്നാണ് ഇരിക്കുന്നത്, അവിടെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെയർഫാക്ഷൻ എന്ന് പറയും കേട്ടോ. റെയർഫാക്ഷൻസ് എന്ന് പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് നീചമർദ്ദ മേഖല എന്ന് പറയും കേട്ടോ. നീചമർദ്ദ മേഖല അതിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ആർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റെയർഫാക്ഷൻ അല്ലെങ്കിൽ നീചമർദ്ദ മേഖല. അപ്പൊ എന്താണ്, നമ്മൾ ഒരു എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കണികളുടെ എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് എങ്ങനെയാണ് ആ മാധ്യമത്തിലെ കണികൾ ആ തരംഗത്തിന്റെ പ്രേഷണദിശയ്ക്ക് പാരലായിട്ടാണ് പോകുന്നത് അല്ലെ? തരംഗത്തിന്റെ പ്രേഷണദിശയ്ക്ക് പാരൽ, അതാണ് ഇവിടെ ഓർക്കേണ്ടത് കേട്ടോ. തരംഗത്തിന്റെ പ്രേഷണദിശയ്ക്ക്
പാരലൽ അല്ലെങ്കിൽ എന്താണ് സമാന്തരം, പാരലൽ അല്ലെങ്കിൽ സമാന്തരമായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ, പ്രസരണം ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ പ്രഷർ കൂടിയ ഏരിയയും പ്രഷർ കുറഞ്ഞ ഏരിയയും അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് ക്രമമായിട്ട് ഇടവിട്ട് പ്രഷർ കൂടിയ ഏരിയയും പ്രഷർ കുറഞ്ഞ ഏരിയയും ഉണ്ടാകുന്നുണ്ട്. ആ പ്രഷർ കൂടിയ ഏരിയനെ നമ്മൾ എന്താണ് പറഞ്ഞത്? കംപ്രഷൻസ് എന്ന് പറയും, ഉച്ചമർദ്ദ മേഖല. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ പ്രഷർ കുറഞ്ഞ ഏരിയനെ നമ്മൾ പറഞ്ഞ പേരാണ് റയർഫാക്ഷൻസ് അല്ലെങ്കിൽ നീചമർദ്ദ മേഖല എന്ന് പറയും. അങ്ങനെ ഒന്നിടവിട്ട് ഒരു മാധ്യമത്തിൽ ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലയും അതുപോലെ നീചമർദ്ദ മേഖലയും കംപ്രഷൻസും റയർഫാക്ഷൻസും രൂപപ്പെടുത്തിയിട്ടാണ് നമുക്ക് സൗണ്ട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എനർജി അവിടെ സഞ്ചരിക്കുന്നത്, ട്രാവൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും സൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, എന്തിന് സൗണ്ട് അല്ലേ? ഇപ്പൊ ഇത് സൗണ്ട് ട്യൂണിംഗ് ഫോർക്കിൽ സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സൗണ്ട് വേവ്സ് എങ്ങനെയുള്ള തരംഗങ്ങളാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ എന്താണ് അനുദൈർഘ്യ തരംഗമാണ് സൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്ര ഓർത്തിച്ചാൽ മതി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമത്തിൽ ഒരു മീഡിയത്തിലെ കണികകൾ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പാരലൽ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. പാരലൽ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് പാരലൽ ആയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പറയാം. അങ്ങനെയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ എന്താണ്? ഹൈ പ്രഷർ ഏരിയയും ലോ പ്രഷർ ഏരിയയും ഇടവിട്ട് ക്രമമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഹൈ പ്രഷർ ഏരിയനെ നമ്മൾ എന്ത് പറയും? കംപ്രഷൻസ് എന്ന് പറയും. ലോ പ്രഷർ ഏരിയനെ റയർഫാക്ഷൻസ്, നീചമർദ്ദ മേഖല എന്ന് പറയും. അപ്പം സൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തരത്തിലുള്ള വേവ് ആണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്, അതായത് അനുദൈർഘ്യ തരംഗമാണ്. മനസ്സിലായല്ലോ? അപ്പൊ CR കണ്ടില്ല, CR കംപ്രഷൻ, റയർഫാക്ഷൻ, കംപ്രഷൻ, റയർഫാക്ഷൻ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അതാ നമുക്ക് ഡെഫിനിഷൻ നോക്കാം കേട്ടോ. എന്താണ് അനുദൈർഘ്യ തരംഗം കേട്ടോ? നോക്കിയാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. മാധ്യമത്തിലെ കണികൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. നമ്മൾ പറഞ്ഞു ഇതാ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഇതിന്റെ ട്യൂണിംഗ് ഫോർക്കിനെ റിലേറ്റ് ചെയ്തിട്ട് കേട്ടോ. In figure, as the prong of the tuning fork moves from the equilibrium position to the side A, the air pressure on that side. അതാണ് ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജം തുലനസ്ഥാനത്ത് നിന്ന് എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ, തുലനസ്ഥാനം ഏതാ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ആ വശത്തുള്ള വായുമർദ്ദം എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നില്ല, അവിടുത്തെ വായുമർദ്ദം അവിടെ കൂടുവാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി what about the air pressure on side A when the same prong moves to side B? ഈ സെയിം പ്രോങ് ഉണ്ടല്ലോ, അത് എയിലേക്ക് വന്നപ്പോൾ എയർ പ്രഷർ കൂടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എയർ പ്രഷർ കുറയുവാണല്ലോ ചെയ്യുന്നത്. അപ്പം ബി എന്ന വശത്ത് ചലിക്കുമ്പോൾ എ എന്ന വശത്തുള്ള വായുമർദ്ദം എങ്ങനെയായിരിക്കും? എയുടെ സൈഡിലെ വായുമർദ്ദം എങ്ങനെയായിരിക്കും? അവിടെ കുറയും അല്ലെ? ബി എന്ന വശത്ത് ചലിക്കുമ്പോൾ എ എന്ന സൈഡിലെ വായുമർദ്ദം അവിടെ കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കും. കുറയുന്നു നമുക്ക് പറയാം അല്ലെ? കുറയുന്നു, വായുമർദ്ദം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് കമ്പനം ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്താണ്? തുടർച്ചയായിട്ട് കമ്പനം ചെയ്യുമ്പോൾ എന്താണ്? കൂടിയതും മർദ്ദം കൂടിയതും കുറഞ്ഞതുമായിട്ട് മേഖലകൾ അവിടെ ഇടവിട്ട് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്താണ് അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്. അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്. ഈ ഒരു ചിത്രത്തിൽ നോക്കിയേ, ഇവിടെ എന്താണ്? ഒരു ആണിയന്മേൽ ഒരു സ്പ്രിങ് വെച്ചിരിക്കുകയാണ് കേട്ടോ. സ്പ്രിങ്ങിലേക്ക് ഒരു ചരട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ചരടിന്റെ മറ്റേ അതിൻ്റെ ഒരു വെയിറ്റ് തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ചരട് ഒരു എന്താണ്, ഒരു കപ്പി ഉണ്ടല്ലോ അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായല്ലോ? കപ്പിലൂടെ ചരട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നോക്കിയേ, ഈ സ്പ്രിങ്ങിനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് ചലിപ്പിക്കുക, അങ്ങോട്ടേക്ക് ഒന്ന് ചലിപ്പിക്കുക. നോക്കിയേ, സ്പ്രിങ്ങിനെ ചലിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ എന്താണ്? വേവ്സ്, തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ തരംഗങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലായല്ലോ? അപ്പൊ സ്പ്രിങ് തുടർച്ചയായിട്ട് നമ്മൾ അമർത്തുകയും സ്വതന്ത്രമാക്കുകയും ചെയ്ത് നോക്കും. ഇവിടെ എങ്ങനെയാണ്? തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് നേരെ ഇരിക്കുകയാണ്, അതാണ് തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ സ്പ്രിങ്ങിനെ നമ്മൾ താത്തുകയും അല്ലെങ്കിൽ അമർത്തുകയും എന്താണ് സ്വതന്ത്രമാക്കുകയും ചെയ്യുമ്പോൾ അവിടെ തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ചരടിലെ കണികളുടെ ചലനം എങ്ങനെയാണ്? നോക്കി, നമ്മൾ ഇതാണ് തുലനസ്ഥാനം, അതിനെ ആസ്പദമായി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് കണികൾ? ഈ ഒരു രീതിയിലാണ്, അതായത് ലംബമായിട്ട് എന്ന് പറയാം ഇല്ല, ലംബമായിട്ട് ഇല്ല, ലംബമായി. ഇനി ഈ ചരടിലുണ്ടാകുന്ന തരംഗങ്ങൾ നീങ്ങുന്നു. തരംഗങ്ങൾ എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ് ഇങ്ങോട്ട് നീങ്ങുന്നത്. ആ ചരടിലുള്ള തരംഗങ്ങൾ നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ടാണോ ലംബമായിട്ടാണോ ചരടിലെ ഓരോ ബിന്ദുവും ചലിക്കുന്നത്?
ചടലിലെ ഓരോ ബിന്ദു എങ്ങനെയാ ചലിക്കുന്നത്? ലംബമായിട്ടല്ലേ? ചടലിലെ തരംഗം ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. തരംഗം ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പൊ ചടലിലെ കണികൾ എങ്ങനെയാണ് ഈ മൂവ് ചെയ്യുന്നതിന് ഏത് രീതിയിലാണ്? ലംബമായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചലിക്കുന്നത്. അതായത് മുകളിലോട്ടും താഴോട്ടും ചലിക്കുന്നു. ചടലിലെ കണികൾ എങ്ങനെയാണ്? തുലന സ്ഥാനത്ത് നിന്ന് മുകളിലോട്ടും താഴേക്കും ലംബമായിട്ടാണ് ചലിക്കുന്നത്, ഇല്ലേ? അത് ഈ ഒരു രീതിയിൽ സമാന്തരമായിട്ട് ചലിക്കുന്നുണ്ടോ? ഇല്ലല്ല. കണികൾ എങ്ങനെയാണ്? ചടലിലെ വേവ്സ് പോകുന്നത് ഈ ഒരു രീതിയിലാണ്, സമാന്തരമായിട്ടാണ് പോകുന്നത്. പക്ഷെ അതിന് ലംബമായിട്ടാണ് ഈ ചടലിലെ കണികൾ അവിടെ ചലിക്കുന്നത്. മനസ്സിലായില്ല? അതാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സ്ട്രിംഗ് വിത്ത് റെസ്പെക്ട് ടു ദി ഇക്വിലിബ്രിയം പൊസിഷൻ? തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ചടലിലെ കണികളുടെ ചലനം എപ്രകാരമാണ്? ലംബമായിട്ട് അല്ലെങ്കിൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചടലിലെ കണികൾ അവിടെ ചലിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും മാധ്യമത്തിലെ കണികൾ, അല്ലെ? മാധ്യമത്തിലെ കണികൾ എങ്ങനെയാണ്? തരംഗത്തിന്റെ പ്രേഷണ ദിശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രേഷണ ദിശയാണ്, അതിന് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. മനസ്സിലായോ? മാധ്യമത്തിലെ കണികകള്, ആ ചടലിലെ കണികള് തരംഗം പ്രേഷണം ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. തരംഗത്തിന്റെ പ്രേഷണത്തിന് ലംബമായിട്ടാണ് ചലിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് അനുപ്രസ്ഥ തരംഗം. ഓർത്തോണം, അനുപ്രസ്ഥ തരംഗം എന്ന് പറയുമ്പോൾ ഓർത്തോണം പെർപെൻഡിക്കുലർ ആയിട്ടാണ്. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താണ്? ലംബം, അല്ലെ? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിട്ടാണ് ആ മാധ്യമത്തിലെ കണികൾ ചലിക്കുന്നത്. നമ്മള് മറ്റേ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ എങ്ങനെയാണ്? പാരലായിട്ടാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലെ? ആ വേവ്സിന് പാരലായിട്ടാണ്, തരംഗങ്ങൾക്ക് പാരലായിട്ടാണ് അവിടുത്തെ കണികൾ ചലിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? ആ കണികൾ തരംഗങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ലംബമായിട്ടാണ് ചലിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം കേട്ടോ. Does each point on the string move parallel or perpendicular to the direction of propagation of the wave forming in the string? ചടലിൽ ഉണ്ടാകുന്ന തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണ്, ലംബമായിട്ടാണ് ചടലിലെ ഓരോ ബിന്ദുവും ചലിക്കുന്നത്. ഇങ്ങനെയാണ് ലംബമായിട്ട്, ഇല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്ക് പറയാം, ഇല്ലേ? അപ്പൊ ചടലിലെ ബിന്ദുക്കൾ അവയുടെ തുലനസ്ഥാനത്ത് നിന്ന് ലംബമായി മുകളിലോട്ടും താഴോട്ടും ചലിക്കുന്നു, അല്ലെ? മുകളിലോട്ടും താഴേക്കുമാണ് അവിടെ ചലിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ മുകളിലോട്ടും താഴേക്കും ചലിക്കുമ്പോൾ കേട്ടോ, മുകളിലോട്ടും താഴേക്കും ചലിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്താണ്? ഒരു ഉയർന്ന രീതിയിലേക്കും ചലിക്കും, മുകളിലോട്ടും താഴോട്ടും ചലിക്കുന്നത്. അപ്പൊ ഈ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ആ ഒരു പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശൃംഗങ്ങൾ എന്ന് പറയും കേട്ടോ. ശൃംഗങ്ങൾ കേട്ടോ, ക്രസ്റ്റ് അല്ലെങ്കിൽ ശൃംഗങ്ങൾ എന്ന് പറയും. താഴത്തെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അത് തുലനസ്ഥാനത്ത് നിന്ന്. തുലനസ്ഥാനം നമുക്കറിയാം, തുലനസ്ഥാനം ഇതാണ്. ആ തുലനസ്ഥാനത്ത് നിന്ന് മുകളിലോട്ട് കാണുന്നതിനെ ക്രസ്റ്റ് എന്നും, തുലനസ്ഥാനത്ത് നിന്ന് താഴേക്ക് കാണുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രഫ് അല്ലെങ്കിൽ ഗർത്തം എന്ന് പറയും കേട്ടോ. ഗർത്തങ്ങൾ, ട്രഫ് അല്ലെങ്കിൽ ഗർത്തം എന്ന് പറയും. മനസ്സിലാക്കിയിരിക്കട്ടെ. മറ്റേ നമ്മൾ കംപ്രഷനും റെയർ പാഷനും ആയിരുന്നു പറഞ്ഞത്, ഹൈ പ്രഷറും ലോ പ്രഷറും. ഇവിടെ തുലനസ്ഥാനത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്നതിന് നമ്മൾ ശൃംഗങ്ങൾ അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയും, താഴ്ന്നു നിൽക്കുന്നതിന് ഗർത്തങ്ങൾ അല്ലെങ്കിൽ ട്രഫ് എന്നുമാണ് പറയുന്നത്. മനസ്സിലായാലോ? അപ്പൊ എന്താണ് അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാല് ഇതാ നോക്കുക. മാധ്യമത്തിലെ കണികൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. And the particles of the medium vibrate perpendicular to the direction of propagation of the wave. They are called transverse waves. ക്ലിയർ ആയല്ലോ? അപ്പൊ തുലനസ്ഥാനം ഇതാണ്. തുലനസ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ ക്രസ്റ്റ് ആണ് കേട്ടോ. ക്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ശൃംഗം കേട്ടോ. ക്രസ്റ്റ് അല്ലെങ്കിൽ ശൃംഗം എന്ന് പറയും. താഴ്ന്നു നിൽക്കുന്നതിന് നമ്മൾ ട്രഫ് അല്ലെങ്കിൽ എന്താണ്? ഗർത്തം കേട്ടോ. ഗർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴി എന്നുള്ള അർത്ഥമല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഗർത്തം, താഴേക്കുള്ളതിനെ ഗർത്തം അല്ലെങ്കിൽ ട്രഫ് എന്നുമാണ് പറയുന്നത്. മനസ്സിലായല്ലോ? സ്ലിങ്കിയിലും ഇതുപോലെ തന്നെയാണ്. സ്ലിങ്ക് നമ്മൾ രണ്ടു വശത്തേക്കും വലിച്ചു പിടിച്ചിട്ട് ഒരു ഭാഗത്ത് പിടിച്ചിട്ട് മേളിലേക്ക് കണ്ടില്ലേ, മേളിലേക്കും താഴേക്കും വെക്കുവാണെങ്കിലും സ്ലിങ്കിയിൽ ഉണ്ടാവുന്നു ഇതേ രീതിയിലുള്ള തരംഗങ്ങളാണ്. അപ്പൊ സ്ലിങ്കിയിലെ തരംഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ട്രാൻസ്വേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ എന്താണ്? അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമ്പയർ ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് അല്ലെങ്കിൽ എന്താണ്? അനുദൈർഘ്യ തരംഗം അതങ്ങനെ പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ആണ്. ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗം എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അതാണ് പോയിന്റ്, മെയിൻ പോയിന്റ് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് കംപ്രഷൻസും റെയർ പാഷൻസും ഉണ്ടാകുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ്സിൽ അതാണ് ക്രസ്റ്റും ട്രഫും ആണ് ഉണ്ടാകുന്നത്. പ്രഷർ വേരിയേഷൻസ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ ഉണ്ടാകുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ്സിൽ എങ്ങനെയാണ്? പ്രഷർ വേരിയേഷൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. മനസ്സിലായല്ലോ?
മലയാളം മീഡിയത്തിലെ കുട്ടികളും ശ്രദ്ധിക്കുക കേട്ടോ. തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് മാധ്യമത്തിലെ കണികൾ സഞ്ചരിക്കുന്നത്. അതാണ് അനുദൈർഘ്യ തരംഗം. അനുപ്രസ്ഥ തരംഗം എന്ന് ഓർത്തിരിക്കുക, ലംബമായിട്ടാണ്. ഇനി അനുദൈർഘ്യ തരംഗത്തിൽ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങനെയാണ്? ശൃംഗങ്ങളും ഗർത്തങ്ങളുമാണ്. ഇനി മാധ്യമത്തിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അനുദൈർഘ്യ തരംഗത്തിൽ. അനുപ്രസ്ഥ തരംഗത്തിൽ എങ്ങനെയാണ്? മർദ്ദവ്യതിയാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ ആണല്ലോ? അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും, ലോഞ്ചിറ്റ്യൂഡൽ വേഴ്സും മനസ്സിലായല്ലോ. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം, ട്രാൻസ്വേഴ്സ് വേഴ്സ്, അപ്പൊ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ വേഴ്സ്. ഇതെന്താണ്? മെക്കാനിക്കൽ വേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വന്നത് അല്ലെ? മെക്കാനിക്കൽ വേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തതാണ്. മെക്കാനിക്കൽ വേഴ്സിന്റെ പ്രത്യേകത എന്താണ്? മാധ്യമം ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു അല്ലേ? മെക്കാനിക്കൽ വേഴ്സിന് എന്താണ്? മാധ്യമം ആവശ്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകം ഓർത്തോണം കേട്ടോ. മാധ്യമം ആവശ്യമുള്ളതിനെയാണ് മെക്കാനിക്കൽ വേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മെക്കാനിക്കൽ വേഴ്സ് ആണ് രണ്ട് തരത്തിലുള്ള, ലോഞ്ചിറ്റ്യൂഡലുണ്ട്, ട്രാൻസ്വേഴ്സും ഉണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അത് ആ പോയിന്റുകൾ വെച്ച് പഠിക്കുക. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാനും പഠിക്കുക കേട്ടോ. അപ്പോൾ തരംഗചലനത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പം എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് ഡിസ്കഷൻസ് ഒക്കെ നടത്താം. പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. പഠിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് പോയി ഒന്നൊരു വീഡിയോ കാണുക കേട്ടോ. പിന്നെയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ബാക്കി പാർട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്